ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് യൂണിവേഴ്സ് നമുക്ക് നൽകുമെന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ. എന്നാൽ പലരും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ വർഷങ്ങളായിട്ട് അഫർമേഷൻസ് പറയുന്നുണ്ട്, വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഒരു ചോദ്യം, ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ലേ? ഫ്രണ്ട്സ്, തീർച്ചയായിട്ടും ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നതിലാണ് കാര്യം. ലോ ഓഫ് അട്രാക്ഷൻ ഈസ് ലോ ഓഫ് അലൈൻമെൻറ്റ്. പേടിക്കൊന്നും വേണ്ട. ഇത്രയേ ഉള്ളൂ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ലൈഫ് ഉണ്ടല്ലോ, സ്വപ്ന ജീവിതം. അപ്പോൾ ആ ഒരു ഡ്രീം ലൈഫിനും നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഐഡൻറ്റിറ്റിയും തമ്മിൽ അലൈൻഡ് ആകുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത്. ഇവിടെ നമ്മുടെ ബ്രെയിനിന് ഒരു റോളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാർ, അത് ഏത് മോഡലിലുള്ളതാണ്, ഏത് തരം കാറാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മൾ നിരത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ കാർ മാത്രമായിരിക്കും. ഇതുപോലെയുള്ള ഒരുപാട് കാറുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരുപാട് മോഡലിലുള്ള കാറുകൾ നിരത്തിലൂടെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണുകളിൽ ഉടക്കുന്നത് നമ്മുടെ ഡ്രീം ലൈഫിലുള്ള ആ കാർ മാത്രമായിരിക്കും. ഒരു ദിവസം കൊണ്ട് ഈ കാർ മാത്രമായിട്ട് നിരത്തിൽ കൂടിയതാണോ? ഒരിക്കലുമല്ല. നമ്മുടെ അറ്റൻഷൻ അവിടെ മാറി എന്നുള്ളതിലാണ് കാര്യം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഗോൾ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ വിഷൻ എന്താണ് എന്നുള്ളത് നമ്മുടെ മൈൻഡിന് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും? ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ നോട്ടീസ് ചെയ്യുവാൻ തുടങ്ങും. ദാറ്റ് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ. ഇതിന് 3-4 കാര്യങ്ങൾ നമ്മൾ ദിനംപ്രതി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലിയർ വിഷൻ. എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിഷൻ നമുക്കുണ്ടാകണം. രണ്ടെന്ന് പറയുന്നത് ആ വിഷൻ അവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം, ബിലീവ്. 3 പറയുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഫീലിങ്സ് നമുക്കുണ്ടാകണം. 4 എന്ന് പറയുന്നത് ആക്ഷൻ. നമ്മൾ അവിടെ എത്തിച്ചേരാൻ എന്തൊക്കെ ആക്ഷൻസ് എടുക്കണമോ ആ ആക്ഷൻസ് നമ്മൾ എടുക്കുക തന്നെ വേണം. ഇങ്ങനെ വരുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത്. ശ്രദ്ധിക്കുക, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കണ്ണുകൾ അടച്ചിരുന്ന് അത്ഭുതങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് അല്ലെങ്കിൽ ഡ്രീം ലൈഫിന് അനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറുന്നതിലാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത്. നമ്മുടെ ജീവിതം മാറുന്നതിന് മുൻപ് നമ്മളെന്ന് പറയുന്ന വ്യക്തി മാറാൻ ശ്രമിക്കണം. അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി മാറുമ്പോൾ നമ്മുടെ ഡിസിഷൻസ് മാറാൻ തുടങ്ങും. നമ്മുടെ ഡിസിഷൻസ് മാറുമ്പോൾ നമ്മുടെ റിയാലിറ്റി മാറുവാൻ തുടങ്ങും. അപ്പോൾ ഒരു കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലം കൂടി തന്നെയാണ്. ഓക്കെ.